ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന വ്യത്യാസവും 5 വഖത്ത് നിസ്കാരമാണ്. നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും എല്ലാ നിസ്കാരത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ എന്നൊക്കെ അതുകൊണ്ടാണ് അതിന് പേര് വെക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്, വിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള പേരാണ് ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ, തഅലീമുൽ മസ്അല, സൂറത്തുൽ ശാഫിയ, സൂറത്തുൽ കാഫിയ, സൂറത്തുൽ വാഫിയ, എല്ലാറ്റിനും മതിയായത്, എല്ലാത്തിനും തികഞ്ഞത് എന്നൊക്കെ അർത്ഥമുള്ള പേരുകളാണ് ഫാത്തിഹ സൂറത്തിന്റെ പേരുകൾ. ആ പേരുകളെ പോലെ തന്നെ അന്വർത്ഥമാക്കുന്നതാണ് അതിലെ ആശയവും. ആ ഫാത്തിഹ സൂറത്തിലെ ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതാണ്. നേരായ വഴിയിൽ ഞങ്ങളെ വഴി നടത്തി തരണം, നേർവഴിയിൽ ഋജുവായ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണം. നേരായ വഴി, ഋജുവായ വഴി എന്ന് പറയുന്നത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വഴി എന്ന് വിശദീകരിക്കാതെ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടിത്തെളിയിച്ച വഴി എന്ന് ഒറ്റവാക്കിൽ ചുരുക്കി പറയാതെ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നടന്ന വഴി എന്ന് ചുരുക്കി പറയാതെ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, നീ നിഅമത്ത് ചെയ്തവരുടെ വഴിയിൽ, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ, വിശ്വാസത്തിൽ തെറ്റുപറ്റിയതിന്റെ പേരിൽ നിന്റെ ക്രോധത്തിനും വെറുപ്പിനും അർഹരായി തീർന്നവരുടെ വഴിയിൽ അല്ല, കർമ്മത്തിലും അനുഷ്ഠാനത്തിലും ആചാരത്തിലും പിഴച്ചതിന്റെ പേരിൽ പിഴവ് സംഭവിച്ചവരുടെ വഴിയിലും അല്ല, മറിച്ച് വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും എല്ലാറ്റിലും നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തി തരണം എന്നാണ് നിസ്കാരത്തിൽ മർമ്മപ്രധാനമായി പ്രാർത്ഥിക്കുന്നത്. ആ മർമ്മപ്രധാനമായ വഴിയാണ് ഈ അനുഗ്രഹിച്ചവരുടെ വഴി. അമ്പിയാക്കളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീൻ നേരിട്ടു പകർന്ന അമ്പിയാഇന്റെ അനുയായികൾ
അമ്പിയാക്കളിലും അമ്പിയാക്കൾ പഠിപ്പിച്ച കാര്യങ്ങളിലും അചഞ്ചലമായി വിശ്വസിച്ച സുദ്ദീഖീങ്ങൾ, അമ്പിയാവും അവരുടെ അനുയായികളും വസ്തുനിഷ്ഠമായി പഠിപ്പിച്ചതിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും ജീവനും ശരീരവും നൽകി രണാങ്കണത്തിലിറങ്ങി രക്തസാക്ഷിത്വം വരിച്ചവർ, അമ്പിയാക്കളും അവരുടെ അനുയായികളും അവരിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന സുദ്ദീഖീങ്ങളും അവർ പറഞ്ഞതിന് സ്ഥാപിച്ച് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളായി ധീര മൃത്യുവരിച്ചിരിക്കുന്ന ശുഹദാക്കളും ആ ശുഹദാക്കളുടെ വഴിയും അവരുടെ മാർഗവും ഇഷ്ടപ്പെട്ട് അതിനെ പിന്തുടറ്റി ജീവിക്കുന്ന സൽജനങ്ങളും അവരെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തി തരണമേ. ഒരിക്കലും വിശ്വാസത്തിൽ തെറ്റുപറ്റിയിട്ടുള്ള, വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ള, അത് മുഖേന അള്ളാഹുവിന്റെ ക്രോധത്തിനും അള്ളാഹുവിന്റെ വെറുപ്പിനും അർഹരായി തീർന്നവരെ വഴിക്കേ ഞങ്ങളെ ചേർക്കരുത്, ആ വഴിയിലോട്ട് കൊണ്ടുപോകരുത്. വലല്ലാലീൻ, അതേപോലെ പ്രവർത്തനത്തിലും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും പിഴച്ചുപോയ ആളുകൾ അനുഷ്ഠാനങ്ങളിൽ പിഴച്ചു, ആചാരങ്ങളിൽ പിഴച്ചു, കർമ്മങ്ങളിൽ പിഴച്ചു, അത്തരം ആളുകളെ വഴിയിലും ഞങ്ങളെ അടുപ്പിക്കരുത് എന്ന് ഒരു മുസ്ലിമായ സ്ത്രീയും പുരുഷനും നിർബന്ധമായി 17 പ്രാവശ്യം തന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്ത് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിബന്ധനയൊത്ത ഒരു ഇമാമ് പറയുന്നതിന്റെ പിറകിൽ ആമീൻ പറഞ്ഞു കൂടെ നിൽക്കണം. അത്രയും മഹത്താണ് ഫാത്തിഹ സൂറ. ആ ഫാത്തിഹ സൂറത്ത് തന്നെ വളരെ വ്യക്തമായ രേഖയാണ് ഏതാണ് നേരായ വഴി എന്നതിന്. ആർക്കെങ്കിലും ഇന്നുവരെ ഈ സൂരികളായ പണ്ഡിതന്മാരെ കുറിച്ച് വിശ്വാസത്തിലോ കർമ്മത്തിലോ അനുഷ്ഠാനത്തിലോ ആചാരത്തിലോ പിഴവ് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ബഹുമാനപ്പെട്ട ബദറുസ്സാദത്ത് മുതൽ എണ്ണിപ്പറഞ്ഞ ഈ ഉസ്താദുമാർ, MKM ഉസ്താദാണെങ്കിൽ ആ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മലേമ നാരകശ്ശേരി ഉസ്താദിന് പറല്ലാഹു മർക്കദ, അവിടുന്ന് ഉസ്താദ് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, അതുപോലത്തെ വലിയ വലിയ ഉസ്താദുമാർ അവരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം വിശ്വാസത്തിലോ കർമ്മത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും ഒരു ദൂഷ്യം, എന്തെങ്കിലും ഒരു മോശം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ആർക്കാണ് അവരെ കുറിച്ച് അവരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമകാലികരായ ഏതെങ്കിലും ബുദ്ധിജീവികൾക്കോ ഏതെങ്കിലും സൽജനങ്ങൾക്കോ അവരെ കുറിച്ച് എന്തെങ്കിലും ന്യൂനതകൾ പറയാനുണ്ടോ? വിശ്വാസരംഗത്ത് പറയാനുണ്ടോ? കർമ്മരംഗത്ത് പറയാനുണ്ടോ? ആരുടെയെങ്കിലും കറാമത്ത് വിവരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ മഹത്വം പറയുന്നിടത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ വിമർശിക്കുന്നിടത്ത് അവര് ഇങ്ങനെ ചെയ്തു, ഇന്ന
തികരാർ അവരെ വാക്കുകളിൽ സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ? മഹാനായ ശൈഖുൻ നുജൂം മീരാങ്കോയ ഉസ്താദിനെ കണ്ടുവരാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും. ഒരു 10-20 വയസ്സുള്ളവർക്ക് പരിചയമില്ലെങ്കിലും 30, 35, 40, 50 ഒക്കെ വയസ്സുള്ളവർക്ക് പരിചയമുണ്ട്. കോയസ്താദിന് പരിചയമുണ്ട്. അതുപോലെ പല പണ്ഡിതന്മാരെയും പരിചയമുണ്ട്. ആ പണ്ഡിതന്മാരെ കുറിച്ച് ആർക്കെങ്കിലും അവര് ഇന്ന മഹാനെ പറ്റി പറഞ്ഞപ്പോൾ, ഇന്ന മഹാനെ അവര് പുകഴ്ത്തിയപ്പോൾ, ഇന്ന മഹാന്റെ കറാമത്ത് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ന ത്വരീഖത്തുകാരനെ വിമർശിച്ചപ്പോൾ അവർക്ക് ഇന്ന തെറ്റുപറ്റി, ആ കാലഘട്ടത്തിൽ ഒരാൾ അവരെ വിമർശിച്ചതായിട്ട് പറയാൻ പറ്റുമോ? അത്രയും സ്വാലിഹീങ്ങളാണ് അവർ. അവരെ വഴിയിൽ നമ്മളെ ചേർക്കണം, ആ വഴിയിൽ നമ്മൾ നിൽക്കണം, ആ വഴി നമ്മൾ ഇഷ്ടപ്പെടണം. ആ വഴിയിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അവരെ വഴിയെ നാം വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. അവര് ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അവര് ഇബാദത്ത് ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും, അവർ പഠിച്ചതുപോലെ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും, അവർ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും, അവര് ദീനീ രംഗത്ത് എഴുതിയ സേവനം പോലെ സേവനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരുടെ നിലപാടുകളും അവരുടെ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരും അതിനോട് താല്പര്യമുള്ളവരുമാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾ ആവണം, എന്നാലേ ആ വരിക്ക് നിൽക്കാൻ പറ്റൂ. എന്നാലേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ഫാത്തിഹ സൂറത്ത് അനുസരിക്കുന്നവരാവും. അങ്ങനെ നിസ്കരിച്ചിട്ടേ നിസ്കാരത്തിൽ കാര്യമുള്ളൂ. അങ്ങനെ ഫാത്തിഹ ഓതിയിട്ടേ ഫാത്തിഹയ്ക്ക് കാര്യമുള്ളൂ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നും അതിനെന്ത് വാല്യൂ ഉള്ളത്? നമ്മുടെ എല്ലാ വിഷയത്തിലും ഒരു ഫാത്തിഹ സൂറത്ത് ഓതും. നമ്മുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ് ഫാത്തിഹ സൂറത്ത്. ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഒരു ഫാത്തിഹ സൂറത്ത് ഓതും. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഏത് പരിപാടിക്കും ഒരു ഫാത്തിഹ സൂറത്ത് ഓതൂലേ? ആ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അതാണ്. ഞങ്ങൾ ആ വഴിയിൽ ചേർത്തി തരണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അവരെ കൂട്ടത്തിൽപ്പെടാൻ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും അവിടുത്തെ അങ്ങേയറ്റത്തെ വിനയം കൊണ്ട് പറയുകയാണ്, സ്വാലിഹീങ്ങളുടെ വഴിയിൽ ചേരാനും എത്തിപ്പെടാനും എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിന് പറ്റുന്ന രൂപത്തിൽ അല്ലാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും അവന്റെ ടൈമും അവന്റെ അധ്വാനവും വേണ്ടത് ഇൽമ്, അറിവ് പഠിക്കുവാനും അത് നിലനിർത്തുവാനുമാണ്. എന്താ നിങ്ങളത് ഉൾക്കൊള്ളാത്തത്? ഇന്നിന്റെ മക്കൾ എന്താണത് സ്വീകരിക്കാത്തത്? ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി അല്പം സംസാരിച്ചു. എല്ലാ സ്ഥലത്തും ദർസുകൾ ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 50, 60, 70 ഒക്കെ മുത്തഅല്ലിമീങ്ങൾ പഠിച്ചിരുന്ന ദർസിൽ
ഇന്ന് മുത്താലിമീങ്ങളില്ല, തീരെ മുത്താലിമീങ്ങളില്ല. പല ഉസ്താദുമാരും ദർസ് നിർത്തിപ്പോയി. പഠിതാക്കൾ വേണ്ട. അതിന് എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ ഇൽമ് പഠിക്കുന്നിടത്ത് ആളുകൾക്ക് വല്ലാത്ത അലംഭാവം. പ്രത്യേകിച്ച് ഭൗതികവും ആത്മീയവുമായ സമുന്നത വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നാം പല സ്ഥാപനങ്ങൾ തുടങ്ങി, അതിന് പ്രചോദനം നൽകി, അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ ഒരു പരിധിവരെ ഭൗതിക വിദ്യാഭ്യാസം വളരുന്നുണ്ട് എങ്കിലും ആത്മീയമായിട്ട് വളരെയധികം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദഅ്വാ കോളേജുകളിലും അതുപോലത്തെ സമുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിച്ചു വളർന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം എന്തെങ്കിലും സ്ഥാനത്തെത്തി എന്നതിന് പുറമെ ഒരു 10, 40, 50 കൊല്ലം മുൻപ് ഒരു ദർസിൽ പഠിച്ചിരുന്ന മുത്തഅല്ലിമിന്റെ ഗുണവും പ്രത്യേകതയും ഇൽമിനോടുള്ള താല്പര്യവും ഇൽമിനോടുള്ള അതിയായ ആഗ്രഹവും ഉള്ള എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഉണ്ടാകും? നിങ്ങളൊന്ന് എണ്ണി നോക്ക്. എത്ര പേരെങ്ങനെ ഉണ്ടാകും? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 40 ആലിമീങ്ങളും ഈ ദൈവാശിഷ്ടത്തിൽ കൂടി പഠിച്ചു വന്ന എത്ര ആളുകളുണ്ട്? ദൈവാശിഷ്ടത്തെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല, ദർസിനോടുള്ള നീരസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുൻ നുജൂം മരിക്കുന്നവരെ ദർസ് നടത്തി, കോയസ്ഥാൻ മരിക്കുന്നവരെ ദർസ് നടത്തി, അതുപോലെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ മരിക്കുന്നവരെ ദർസ് നടത്തി. ഇന്ന് നമ്മൾ വരെ ചിന്തിക്കുന്നത് നമ്മുടെ മക്കൾ രണ്ടും കൂടി പഠിക്കണം, സമുന്നത വിദ്യാഭ്യാസം വേണം. ആ സമുന്നത വിദ്യാഭ്യാസത്തിന് പ്രേരണ നൽകലോടുകൂടി സമുന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് ഭൗതികത്തിന് മാത്രം താല്പര്യം കൊടുത്ത് അതിന്റെ കാര്യലാഭങ്ങളും അതിന്റെ ഭൗതിക നേട്ടങ്ങളും ലക്ഷ്യമാക്കി ആത്മീയമായിരിക്കുന്ന ഇൽമ് പാടെ എടുക്കപ്പെട്ടു പോയിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഈ സമീപ കാലഘട്ടത്തിൽ മരണപ്പെട്ട പണ്ഡിതന്മാരോട് സമാനമായ ഒരാലിമെങ്കിലും ജനിച്ചത് നിങ്ങൾക്ക് പറയാനുണ്ട്. ഗൗരവമുള്ള കാര്യമല്ലേ ഇത്? എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, രക്ഷിതാക്കൾ വരെ ഇപ്പോൾ ആ നിബന്ധനയിൽ. കുട്ടികളേതായാലും അതിന് താല്പര്യമല്ല. കുട്ടികൾ പൊതുവെ താല്പര്യമുള്ളവരല്ല. ആ കുട്ടികൾക്ക് താല്പര്യമില്ലാതിരിക്കലോടുകൂടി അവരെ പഠിക്കാൻ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്ക് വരെ ഇന്ന് ഈ ഇൽമിനോട് താല്പര്യമില്ലാതെയായിരിക്കുന്നു. ഇതിന്റെ ഗൗരവം ഓരോ സ്ത്രീയും പുരുഷനും മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തൊരു സ്വഹാബി വന്നു. ഒരു അസർ നിസ്കാരത്തിനു ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുമായിട്ട് കുറെ സമയം കൂടിയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. മഹാനായ മുക്കറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്നുകൊണ്ട് തങ്ങളോട് പറയുന്നു, തങ്ങളെ, ഈ ഇരിക്കുന്ന സ്വഹാബി അങ്ങയുടെ ശിഷ്യൻ, ഈ മനുഷ്യന് കണക്കാക്കപ്പെട്ട ആയുസ്സിൽ നിന്ന് ബാക്കിയുള്ളത് 1 മണിക്കൂർ സമയമാണ്. 1 മണിക്കൂർ തീരുമ്പോഴേക്ക് അയാൾ മരിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്കത് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ആയുസ്സിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ളത് 1 മണിക്കൂർ സമയമാണ്. ആ 1 മണിക്കൂർ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും, നമുക്കാർക്കെങ്കിലും അങ്ങനെ കൃത്യമായ വിവരം കിട്ടിയാലോ? ഒരു ഡോക്ടറുടെ പ്രഖ്യാപനം പോലെയല്ല, പ്രവചനം പോലെയല്ല, മറ്റേതെങ്കിലും മട്ടം പറയുന്ന ആളുകളുടെ പ്രവചനം പോലെയല്ല.
മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. അല്ലാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കാതെ ഇച്ഛയ്ക്കൊത്ത് ഒരു വാക്ക് പറയാത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം നടക്കാതിരിക്കണമെങ്കിൽ തങ്ങൾ പറയാതിരിക്കണം. അത്രയും കൃത്യമായിട്ട് പറയുന്ന റസൂലാ പറയുന്നത്. നിങ്ങൾക്കൊരു മണിക്കൂർ സമയം ഇനി ആയുസുള്ളൂ. എന്നോടാണ് പറഞ്ഞതെങ്കിലോ നിങ്ങളോടാണ് പറഞ്ഞതെങ്കിലോ ഒരു മണിക്കൂറാണ് നിങ്ങൾക്കിനി ആയുസ് കാലമുള്ളത് എന്ന് പറഞ്ഞെങ്കിലോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും എഴുന്നേറ്റ് നിൽക്കണമെന്ന്, നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അല്പം നടക്കണമെന്ന്, അപ്പോൾ നമുക്ക് തോന്നും അങ്ങോട്ട് പോകണമെന്ന്. നമുക്ക് പിന്നീട് ബേജാറ് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. ഏറ്റവും വലിയ ധൈര്യം പ്രകടിപ്പിച്ച റിപ്പർ ചന്ദ്രൻ തലേത് വൈകുന്നേരം, നാളെ രാവിലെ നാളെ സുബഹിസ്കാരാനന്തരം തന്നെ തൂക്കിക്കൊല്ലുമെന്ന വിവരം അറിഞ്ഞപ്പോൾ പിന്നീട് അസ്വസ്ഥനായിട്ടാണ് അനുഭവപ്പെട്ടത്. എന്റെ ധൈര്യങ്ങളൊക്കെ ചോർന്നു പോയി. അതല്ലേ സ്വാഭാവികമായിട്ടും സംഭവിക്കുക. ഹബീബായ തങ്ങളോട് ഈ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് കണക്കാക്കപ്പെട്ട ആയുസ്സിൽ നിന്നൊരു മണിക്കൂറാണ് ബാക്കിയുള്ളതെങ്കില് ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സമയത്ത് ഈ ഒരു മണിക്കൂർ ഞാൻ എന്തിനു വേണ്ടി ചെലവഴിക്കണം? ഞാൻ നിസ്കരിക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ധർമ്മം കൊടുക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ മറ്റു ആരാധനയിൽ മുഴുകുകയാണോ വേണ്ടത്? എന്താണ് ഈ ഒരു മണിക്കൂർ സമയം ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക്, മോനെ, നിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതില്ലയോ? നിന്റെ കൂടെ എപ്പോഴും നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടാകുമോ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടാകുമോ? നിന്റെ പ്രിയപ്പെട്ട ജേട്ടന്മാരുണ്ടാകുമോ? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടാകുമോ? നീ ആരാധ്യനായി കാണുന്ന നിന്റെ ബ്രസീലിന്റെ ഫാൻസ് ഉണ്ടാകുമോ? നിന്റെ മറ്റു കളിക്കാരുണ്ടാകുമോ? നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ താരങ്ങൾ ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മോനെ, ഇൽമു കൊണ്ട് ശുഗലാവുക, അറിവ് പഠിക്കുക. എന്താണ് ആ സമയത്ത് അറിവ് പഠിച്ചാൽ കിട്ടുന്നത്? അറിവ് പഠിച്ചുകൊണ്ടത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ ഇനി സമയമുണ്ടോ? അല്ലെങ്കിൽ പഠിച്ച അറിവനുസരിച്ച് അമൽ ചെയ്യാൻ ഇനി സമയമുണ്ടോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഒരു മണിക്കൂർ ആയുസുണ്ടെങ്കിൽ ആ ആയുസ് മുഴുവനും പഠനത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഇനി പഠിപ്പിച്ചു കൊടുക്കാൻ സമയമില്ലല്ലോ. അതനുസരിച്ച് അമല് ചെയ്യാനും സമയമില്ലല്ലോ. പക്ഷേ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചോ? ഹദീസ് റിപ്പോർട്ടിന്റെ സ്വഹാബി പറയുന്നു, അന്ന് ഞങ്ങൾ മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചത് ആ സ്വഹാബി മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്ത ശേഷമാണ്. അത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും കിട്ടാൻ, അള്ളയൊന്ന് തൃപ്തിപ്പെട്ടു കിട്ടാൻ, അള്ളാന്റെ പ്രീതി കിട്ടാൻ ഏറ്റവും കൂടുതൽ അവൻ സമയം ചെലവഴിക്കേണ്ടത് ഇൽമു പഠിക്കുവാനാണ്, ഇൽമു കൊണ്ട് ശുഗലാവാനാണ്, ഇൽമുമായി ബന്ധപ്പെടാനാണ്. ഇതല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. ഇനി എന്റെ പ്രിയപ്പെട്ട മുത്തു സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? നാളെ ഖിയാമത്ത് നാളില് ഏറ്റവും പരാജയപ്പെട്ടൊരു മനുഷ്യനുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആഖിറത്തിൽ ഖിയാമത്ത് നാളില് ഏറ്റവും പരാജയപ്പെട്ട മനുഷ്യനാരാണ്?
മൻ അംകനഹു തഅല്ലുമു വലം യതഅല്ലം, പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ട് പഠിക്കാത്തവരാ. നമ്മുടെ പൂർവികർ എത്ര ഭാഗ്യവാന്മാരായിരുന്നു. അവർക്ക് നമ്മെപ്പോലെ പഠിക്കാൻ സൗകര്യം കിട്ടിയിരുന്നില്ല. നമ്മെപ്പോലെ സാമ്പത്തിക അഭിവൃദ്ധി അവർക്കുണ്ടായിരുന്നില്ല. 2ഉം 3ഉം 4ഉം ആളുകൾ രാവിലെ ജോലിക്ക് പോയാൽ തന്നെ പട്ടിണി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥാനത്ത് നമ്മുടെ അവസ്ഥയോ, ഒരു വീട്ടിൽ ഒരാൾ ജോലിക്ക് പോയാൽ തന്നെ പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റും, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ആഴ്ചയിൽ 2 ദിവസം ജോലിക്ക് പോയാൽ തന്നെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവാൻ പറ്റും. മുമ്പ് കാലത്ത് അങ്ങനെയല്ല. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എല്ലുമുറിയ പണിയെടുത്താലും പല ആളുകൾക്കും പട്ടിണിയാണ്, കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ്. അത്തരം ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഇന്ന് നമുക്കില്ലാത്തത് കൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും പഠിക്കാൻ ഇന്ന് സൗകര്യമാണ്. ഇങ്ങനെ പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ട് പഠിക്കാത്തവനാരോ അവനാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും പരാജയപ്പെട്ടവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഅദ് പറയാൻ എന്തെളുപ്പം, വഅദ് സംഘടിപ്പിക്കാൻ എന്തെളുപ്പം, വഅദ് കേൾക്കാൻ എന്തെളുപ്പം, ദർസ് സംഘടിപ്പിക്കാൻ എന്തെളുപ്പം, ദർസ് സ്ഥാപിക്കാൻ എന്തെളുപ്പം. ഞാൻ ചോദിക്കുന്ന ഒരു ഉസ്താദിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ദിവസം കാലത്തൊരു ഹദീസെങ്കിലും എനിക്ക് പഠിക്കണം, മുത്തുനബിന്റെ ഒരു വാക്കെങ്കിലും എനിക്ക് കേൾക്കണം, അള്ളാഹുവിനെ പറ്റി എന്തെങ്കിലും ഒന്നറിയണം, ആഖിറത്തെ പറ്റി എന്തെങ്കിലും ഒന്നറിയണം. എന്തേ നിങ്ങൾക്ക് ചിന്ത വരാത്തത്? രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ തേരാപ്പാരാ നടക്കുന്നവർക്ക് പോലും, കാര്യമായിട്ട് ശുഗലൊന്നുമില്ലാത്തവർക്ക് പോലും, ശുഗല് കഴിഞ്ഞാൽ തന്നെ മണിക്കൂർ കണക്കിന് സമയം ബാക്കിയുള്ളവർക്ക് പോലും, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പോലും, അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷം പോലും ആവുന്ന സമയങ്ങളിലൊക്കെ ഒട്ടുമിക്ക പള്ളികളിലും ബിരുദധാരികളും അല്ലാത്തവനുമായ പണ്ഡിതന്മാര് ഒരു ദർസ് പഠിതാക്കളെ കിട്ടാതെ വെറുതെ നിൽക്കുന്നു. വലിയ വലിയ ആലിമീങ്ങൾ, ദർസ് നടത്താനൊക്കെ കഴിയുന്ന ആലിമീങ്ങള്, അല്ലെങ്കിൽ സാധാരണക്കാരായ നമ്മെപ്പോലത്തെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ആലിമീങ്ങള് ഒട്ടുമിക്ക പള്ളികളിലും ഇല്ലയോ? അവരിങ്ങനെ ഉറങ്ങി തീർക്കേണ്ടി വരികയല്ലയോ? അവരെ അരികിൽ ചെന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, മുത്തുനബിനെ പറ്റി പഠിക്കാൻ, ദീനിനെ പറ്റി പഠിക്കാൻ, ഖുർആനെ പറ്റി പഠിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ കുറിച്ച് ചിന്ത വരുത്തുന്ന ഇൽമ്, അതാണല്ലോ അൽ ഇൽമ് എന്ന് പറഞ്ഞാൽ. അടിമയാകുന്ന നമുക്ക് ഉടമയാകുന്ന അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന ഇൽമിനാണ് അൽ ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമ് നമുക്ക് ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാകും. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും എപ്പോഴും അള്ളാഹ് എന്ന ചിന്തയുണ്ടാകും. ആ അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാക്കി തീർക്കുന്ന അറിവ് ഏതാണോ അതാണ് മോനെ യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറയുന്നത്. അതാണ് അമ്പിയാക്കൾ പഠിപ്പിച്ച അറിവ്. അങ്ങനത്തെ ഒരു അറിവ്, എന്തെങ്കിലും ഒന്ന് ഇന്നെനിക്ക് പഠിക്കണം, ഇന്നെനിക്കറിയണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ആരാണ് ദർസിലേക്ക് വരാറുള്ളത്? ആരാണ് പണ്ഡിതന്മാരെ സമീപിക്കാറുള്ളത്? ആരാണ് ഉസ്താദിനെ സമീപിക്കാറുള്ളത്? പലപ്പോഴും നമ്മൾ ടാർഗറ്റുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു, സഭകൾ സംഘടിപ്പിക്കുന്നു, പല വേദികളും സംഘടിപ്പിക്കുന്നു. ആ വേദികളൊക്കെ കേമമായിട്ട് സംഘടിപ്പിക്കുന്നു, അതിൽ നല്ല പന്തലുകൾ കെട്ടുന്നു, വേദികൾ ഒരുക്കുന്നു. അതേ സമയത്ത് ആ വേദിയൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചോ ആഖിറത്തെ കുറിച്ചോ അടിമയാകുന്ന നമുക്ക് ഉടമയെപ്പറ്റി ചിന്ത വരുത്തുന്ന കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും എന്ന് പഠിക്കണമെന്ന് ചിന്ത വരുന്നുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? 10, 30, 40, 50, 60 വയസ്സായിട്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയില്ലെങ്കിൽ, 40 വയസ്സായിട്ട് ഒരു മനുഷ്യന് ബോധം വന്നിട്ടില്ലെങ്കിൽ, 40 വയസ്സായിട്ട് ഇപ്പോഴും കളി നിർത്തിയിട്ടില്ല,
40 വയസ്സായിട്ട് ഇപ്പോഴും കൃത്യമായി നിസ്കരിക്കണമെന്ന് തോന്നിയിട്ടില്ല. 40 വയസ്സായിട്ട് ഇപ്പോഴും ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് തോന്നിയിട്ടില്ല. 40 വയസ്സായിട്ടും ഇത്രയും ആരോഗ്യവും സാമ്പത്തികവും മക്കളും ഭാര്യയും ഒക്കെ എനിക്ക് നൽകിയിട്ടുള്ള സർവാധിനാഥനായ റബ്ബിനെ അറിയണമെന്ന് തോന്നിയിട്ടില്ല. 40 വയസ്സായിട്ടും മാറ്റം വരാത്തൊരു മനുഷ്യനാണെങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, അവനെ അല്ലാഹു പടച്ചത് നരകത്തിന് വേണ്ടിയാ, നരകം നിറക്കുന്നതിന് വേണ്ടിയാ. വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് പറഞ്ഞില്ലയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലയോ? വലഖദ് ദറഅനാ ലി ജഹന്നമ, ജഹന്നമിന് വേണ്ടി മാത്രം നാം പടച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, ധാരാളം മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ ജഹന്നമിന് വേണ്ടി ഞാൻ പടച്ചിട്ടുണ്ട്. അവരെ പടച്ച തന്നെ അതിന് വേണ്ടിയാണ്, അവരെ സൃഷ്ടിച്ച തന്നെ അതിന് വേണ്ടിയാണ്. വലൗ ശിഅനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. പടച്ച റബ്ബ് സ്വർഗത്തോട് കരാറ് പറഞ്ഞിട്ടില്ല, സ്വർഗത്തിന് ഉറപ്പ് കൊടുത്തിട്ടില്ല. സ്വർഗമേ, നീ എന്റെ അനുഗ്രഹമാണ്, എന്റെ അനുറഹ്മത്താണ്, ഞാൻ നിനക്ക് വയറ് നിറച്ചു തരും, നിന്റെ എല്ലാ സ്ഥലങ്ങളും ഞാൻ നിറച്ചു തരും എന്ന് സ്വർഗത്തിനോട് പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ല. അങ്ങനെ കണ്ടീഷനില്ല. ആഖിർ സമാനിലെ മക്കളെ, എല്ലാ വെള്ളിയാഴ്ച സുബ്ഹിക്കും ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തു സജദ. 30 ആയത്തുള്ള സൂറത്താണ് സൂറത്തു സജദ. വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാരത്തിൽ ആ സൂറത്ത് ഓതലാണ് സുന്നത്തുള്ളത്. അതിൽ കാണാം, വലൗ ശിഅനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, എല്ലാ ശരീരത്തിനും ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു, എല്ലാവർക്കും ബോധം കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. പക്ഷേ വലാകിൻ ഹഖൽ ഖൗലു മിന്നീ, നമ്മുടെ ഒരു വാക്ക് കറക്റ്റായി ഉറച്ചുപോയി, അത് കടമയാണ്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും ഈ നരകത്തെ ഞാൻ നിറക്കുമെന്ന് ഒരു വാക്ക് റബ്ബ് ഉറപ്പിച്ചു പറഞ്ഞതാണ്. അത് സാക്ഷാത്കരിക്കപ്പെടുന്നതാ. നരകം നിറക്കുന്നത് നാൽക്കാലി മൃഗങ്ങളെ കൊണ്ടല്ല, നായകളെ കൊണ്ടല്ല, പട്ടികളെ കൊണ്ടല്ല, പന്നികളെ കൊണ്ടല്ല, വന്യമൃഗങ്ങളെ കൊണ്ടല്ല, മറ്റ് ജീവജാലങ്ങളെ കൊണ്ടല്ല. അല്ലാഹുവിന്റെ നരകം നിറക്കുന്നത് മനുഷ്യരെ കൊണ്ടാ, ജിന്നുകളെ കൊണ്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഞാനൊന്ന് പറയട്ടെ, 40 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടും മാറ്റം വരാത്ത മനുഷ്യനാണ്. ഇപ്പോഴും പലിശ വാങ്ങൽ നിർത്തിയിട്ടില്ല, ഇപ്പോഴും കളിയുടെ പിന്നാലെ പോകൽ നിർത്തിയിട്ടില്ല, ഇപ്പോഴും കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന ചിന്ത വന്നിട്ടില്ല, ഇപ്പോഴും ഖൈറിന്റെ വേദികളിൽ പങ്കെടുക്കണമെന്ന് തോന്നിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ റബ്ബിനെ പറ്റി അറിയണമെന്ന് തോന്നിയിട്ടില്ല, ഇപ്പോഴും ഖുർആൻ ഓതണമെന്ന് തോന്നിയിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് രാജിയാവണമെന്ന് തോന്നിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഖൈറാത്തുകൾ ചെയ്യണമെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഇപ്പോഴും മഹാതമ്മാടിത്തത്തിലാ, അധർമ്മത്തിലാ, അക്രമത്തിലാ, ശരീരത്തെ ദുൽമു ചെയ്യുന്നതിലാ, താൻ തോന്നിത്തത്തിലാ, പോക്കിരിയാ, വീമ്പ് പറച്ചിലാ, അഹങ്കാരത്തിലാ, ധിക്കാരത്തിലാ. എത്രയെത്ര പെണ്ണുങ്ങളുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്, 40, 35, 40, 45, 50 വയസ്സായിട്ട്
ഇപ്പോഴും ആ ഉമ്മാക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ശരീരം കരുക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കണം. അതാ മുഖത്തതാ ചുണ്ടുകൾ ചുവപ്പിച്ചിരിക്കണം, നന്നായിട്ട് മൈക്കപ്പെട്ടിരിക്കണം, മുടി നന്നായി കറുപ്പിച്ചിരിക്കണം, പല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കണം, ശരീരം നിറയെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരിക്കണം, തന്റെ ഭംഗി നന്നായിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം, പോകാൻ പറ്റുന്ന ഡ്രസ്സ് അണിഞ്ഞിരിക്കണം. ഇങ്ങനെ അഹങ്കാരത്തോടെ ധിക്കാരത്തോട് കൂടെയല്ലാതെ ഇപ്പോഴും 50 വയസ്സായ ഉമ്മ പുറത്തിറങ്ങുന്നില്ല. 40, 45, 50 ഒക്കെ വയസ്സുള്ള എത്രയെത്ര പെണ്ണുങ്ങളാ. തലമുടി കറുപ്പിക്കുന്ന പെണ്ണുങ്ങളില്ലയോ? ചുണ്ടുകൾ ചുവപ്പിക്കുന്ന പെണ്ണുങ്ങളില്ലയോ? കൈകളിൽ വേണ്ടാത്ത പലതും പുരട്ടുന്ന പെണ്ണുങ്ങളില്ലയോ? കൃത്യമായി നിസ്കരിക്കണമെന്ന് തോന്നാത്ത പെണ്ണുങ്ങളില്ലയോ? ഇപ്പോഴും പലതും കണ്ട് തുള്ളിച്ചാടുന്ന പെണ്ണുങ്ങളില്ലയോ? അത്തരം പെണ്ണുങ്ങൾ അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, പെങ്ങളെ മനുഷ്യരെ കൊണ്ട് ഈ ജഹന്നമ നിറക്കും, ജിന്നുകളെ കൊണ്ട് നിറക്കും. 40 വയസ്സായിട്ടും മാറ്റം വരാത്ത പെണ്ണാണെങ്കിൽ, മാറ്റം വരാത്ത പുരുഷനാണെങ്കിൽ അവനവനെ കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടെ, അവനൊന്ന് ചിന്തിക്കട്ടെ. അല്ലാഹു എന്ന നരകത്തിനു വേണ്ടി പടച്ചതാ. സുബ്ഹാനല്ലാഹ്, കയ്യിൽ ഒരു സ്വർണ്ണ വളയം ഊരിയിട്ട് അതാ ഉംറക്ക് പോവുകയാ. പിന്നീട് വർഷം ഉംറക്ക് പോവുകയാ. മഹറമായ പുരുഷൻ കൂടെയുണ്ടെന്നോ, ഭർത്താവ് കൂടെയുണ്ടെന്നോ, അല്ലെങ്കിൽ കെട്ടൽ ഹറാമായ മറ്റുള്ള ആരെങ്കിലും കൂടെയുണ്ടെന്നോ, അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, അത്തരം മസ്അലകളൊന്നും ശ്രദ്ധിക്കാതെ പെണ്ണിങ്ങനെ പോവുകയാ. ഉംറ എന്ന പേരും പറഞ്ഞ്, സിയാറത്ത് എന്ന പേരും പറഞ്ഞിട്ട്, ടൂർ എന്ന പേരും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ എങ്ങനെ ഇങ്ങനെ പുറത്ത് ഇറങ്ങി നടക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാക്ക് 18 വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. 65 കൊല്ലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. 40-ലധികം കൊല്ലം മുത്തുനബിക്ക് വഫാത്തിന് ശേഷം ജീവിച്ചിട്ടുണ്ട്. ആ കാലയളവില് ബഹുമാനപ്പെട്ട ആയിഷ ബീവി നിർബന്ധമായിരിക്കുന്ന ഒരു ഉംറയല്ലാതെ, നിർബന്ധമായ ഒരു ഹജ്ജല്ലാതെ ആയിഷ ബീവി ചെയ്ത ചരിത്രത്തിലില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ എന്താ ചിന്തിക്കാത്തത്? അന്ന് ഇന്നത്തെ പോലെ ഹജ്ജിന് പോകാൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണോ? 40 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്ന തിക്കും തിരക്കുമുണ്ടോ? സൗദിയിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ പോകാൻ 16,000 ദിർഹാമിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹ്, അവരൊക്കെ ദീനനുസരിച്ചു ജീവിച്ചവരാ, ദീൻ മുറുകെ പിടിച്ചവരാ, റബ്ബിനെ പേടിച്ചവരാ, ഇൽമു പഠിച്ചവരാ, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചവരാ. ഇന്ന് അങ്ങനെയൊന്നും കണക്കില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ കൂത്താടുകയാ, അവരിങ്ങനെ തേജിൽ കയറി മറ്റും തുള്ളിച്ചാടുകയാ. ഇങ്ങനെ 40 വയസ്സായിട്ടും മാറ്റം വരാത്ത പെണ്ണാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അല്ലാഹു സൃഷ്ടിച്ച നരകത്തിനാ. എന്റെ പ്രിയപ്പെട്ടവരെ, യൗമ നഖൂലു ലി ജഹന്നമ യൗമ നഖൂലു ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അന്ന് നരകത്തോട് നമ്മൾ ചോദിക്കും, ഹലിം തലഅതി, നിന്റെ വയറ് നിറഞ്ഞില്ലയോ? നിനക്ക് മതിയായില്ലയോ? വയറ് നിറയ്ക്കാം എന്ന് പറഞ്ഞ ആ വാക്ക് ഞാൻ പൂർത്തിയാക്കിയില്ലയോ? വതഖൂലു ഹൽ മിൻ മസീദ്, ഇനി വല്ലതുമുണ്ടോ? നരകം തിരിച്ചു ചോദിക്കുമെന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് കാഫിലുണ്ട്. മക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കാതിരുന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയണം, ആഖിറത്തെ പറ്റി അറിയണം, നബിയെ പറ്റി അറിയണം, എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ കേൾക്കണം. വിശ്വാസം ശരിയാവാൻ ആവശ്യമായത്, ഇബാദത്തുകൾ ശരിയാവാൻ ആവശ്യമായത്,
സ്വഭാവം ശരിയായാൻ ആവശ്യമായത്, അവന്റെ സ്വഭാവത്തിന്റെ സംസ്കരണത്തിന് ആവശ്യമായത് ഇനിയെങ്കിലും ഒന്ന് പഠിക്കണം, അറിയണമെന്ന് ചിന്ത വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ വളരെ പരാജയമാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അറിവ് പഠിക്കലും അറിവ് സ്ഥാപിക്കലും അറിവിന് വേണ്ടിയിട്ട് സഹായിക്കലും അറിവിനെ നിലനിർത്തലും. അല്ലാഹു തെരഞ്ഞെടുത്തവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. IAS പഠിക്കാൻ അങ്ങനെയല്ല, IPS പഠിക്കാൻ അങ്ങനെയല്ല, അതുപോലെ തന്നെ മറ്റുള്ള ഭൗതിക കോഴ്സുകളും ഡിഗ്രികളും പഠിക്കാൻ അങ്ങനെയല്ല. അതിനെപ്പറ്റി റബ്ബ് പറഞ്ഞിട്ടില്ല, മറിച്ച് സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, ഈ വിശുദ്ധ ഖുർആനിന്റെ ഇൽമു ഞാൻ തെരഞ്ഞെടുത്തു നൽകുന്നത് അല്ലദീന ഇസ്തഫൈനാ, നാം തെരഞ്ഞെടുത്തവർക്ക് മാത്രമാണ്. അല്ലാഹു തആല തെരഞ്ഞെടുത്ത ആളുകൾക്ക് ഇത് പഠിക്കാൻ കഴിയും. അതിനു വേണ്ടി അല്ലാഹു അവരെ തെരഞ്ഞെടുത്തതാണ്. ഖുർആൻ പഠിക്കാൻ, ദീന് പഠിക്കാൻ, അത് അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഒരു കൂട്ടർക്ക് മാത്രം സാധിക്കുന്നതാണ്. പച്ചയായിട്ടാണ് വിശുദ്ധ ഖുർആൻ. സുമ്മ ഔറസ്നൽ കിതാബ, ഈ വിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനം, ഈ ഖുർആൻ ഉൾക്കൊള്ളുന്ന അറിവ്, അത് നാം നൽകുന്നത് അല്ലദീന ഇസ്തഫൈനാ, തെരഞ്ഞെടുത്തവർക്കാണ്, മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളെ കൂട്ടത്തിന് തെരഞ്ഞെടുത്തവർക്കാണ്. എല്ലാവരും അതിന് സാധിക്കുന്നു മനസ്സിലാക്കണ്ട. ഡോക്ടറാവാൻ ശ്രമിച്ചാൽ സാധിക്കും, അഡ്വക്കേറ്റ് ആവാൻ ശ്രമിച്ചാൽ സാധിക്കും, കലക്ടറാവാൻ സാധിക്കും, IAS IPS ഒക്കെ പഠിക്കാൻ പറ്റും, ബിഫാം ഒക്കെ പഠിക്കാൻ പറ്റും, അങ്ങനെ എല്ലാം പഠിക്കാൻ പറ്റും. ലോകത്ത് എന്തൊക്കെ പഠിച്ച ആളുകളുണ്ട്. റൈറ്റ് സഹോദരന്മാർ ഫ്ലൈറ്റ് കണ്ടെത്തിയില്ലേ? റൈറ്റ് സഹോദരന്മാർ കണ്ടെത്തിയതില്ല. എന്തെല്ലാം ടെക്നോളജികൾ ആളുകൾ കണ്ടെത്തി. മൊബൈൽ കണ്ടെത്തിയ ഒരാളില്ലേ? അങ്ങനെ എന്തൊക്കെ കണ്ടെത്തി. അതൊക്കെ അവര് കണ്ടെത്തി, പക്ഷെ അല്ലാഹുവിനെ കണ്ടെത്തിയില്ല. അല്ലാഹുവിന് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഇതൊക്കെ സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന ഒരല്ലാഹു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. ഇവിടെ നിന്നൊരു മൊബൈൽ എടുത്തിട്ട് നമ്മൾ ഞെക്കി അമേരിക്കയിലേക്ക്, ഞെക്കി തീരുമ്പോഴേക്ക് അമേരിക്കയിൽ ബെല്ലടിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ മൊബൈലിന് എന്തോ ഒരു സാധനം അവിടെ എത്തിയിട്ടുണ്ടോ? അല്ലേ, തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. അല്ലെ എങ്ങനെ ബെല്ലടിക്കും? അതൊക്കെ എങ്ങനെയാ? ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച പലതിനെ ഉപയോഗപ്പെടുത്തിയതാണ്. അന്ന് ആരും ഉണ്ടാക്കിയതല്ല. നമ്മുടെ മൊബൈലിൽ നിന്ന് ഏതോ ചില വസ്തുക്കൾ ഇവിടുന്ന് അങ്ങ് അമേരിക്കയിലേക്ക് എത്തിയത് കൊണ്ടല്ലേ അവിടെ വെല്ലടിച്ചത്. അത് എവിടെ പോയത്? എന്തൊക്കെയാണ് അതിന് ഉപയോഗപ്പെടുത്തിയത്? സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ച പലതിനെയും ഉപയോഗപ്പെടുത്തി. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ ഒരു പെണ്ണ്, അമേരിക്കക്കാരിയായിരിക്കുന്ന ഒരു പെണ്ണ്. ആ സ്ത്രീ ഏറ്റവും കൂടുതൽ ഇന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ഖുർആനാണ്. ബുദ്ധിയും കൽബും, ബുദ്ധിയേക്കാൾ കാര്യങ്ങൾ ആദ്യമെത്ത് ഹൃദയത്തിലാണ്. ഹൃദയവും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമാണ്. വിശുദ്ധ ഖുർആനിന്റെ പഠനമാണ് ഏറ്റവും കൂടുതൽ അതിനോട് യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇസ്ലാം മതം സ്വീകരിച്ച് ഇപ്പോൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. ഇതൊക്കെ കണ്ടെത്താനും പഠിക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം ബുദ്ധിജീവികളും മഹാഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും മഹാഭൂരിപക്ഷം വിദ്വാൻമാരും അല്ലാഹുവിനെ കണ്ടെത്തിയില്ല, റബ്ബിനെ അറിഞ്ഞില്ല,
റബ്ബിനെ പറ്റി പറയുന്നില്ല. സാധ്യമല്ല. അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ മോനെ ഒരു ആലിമാവാൻ പറ്റൂ, ഹാഫിളാവാൻ പറ്റൂ, ഫഖീഹാവാൻ പറ്റൂ, ഒരാത്മജ്ഞാനിയാവാൻ പറ്റൂ. അല്ലാഹ് തെരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശൈഖുൻ നുജൂമിനെ പോലെ ഒരു പണ്ഡിതനാവാൻ പറ്റൂ. അല്ലാഹ് തെരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഒരാൾക്ക് സുൽത്താനുൽ ഉലമയെ പോലെ ഒരു ആലിമാവാൻ പറ്റൂ. അല്ലാഹ് തെരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ മഹാനായ കോയ ഉസ്താദിനെ പോലെ ഒരാത്മജ്ഞാനിയാവാൻ പറ്റൂ. അല്ലാതെ സാധ്യമല്ല. അതാണ് സുമ്മ ഉറസ്നൽ കിതാബ അല്ലദീന ഇസ്തഫൈനാ, നാം തെരഞ്ഞെടുത്ത ആളുകൾക്കാണ് ഈ കിതാബ് നാം അനന്തരമായി കൊടുത്തത്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ഈ അറിവ് എമ്പാടും നമ്മൾ കൊടുത്തിട്ട്, ഈ അറിവ് നമ്മൾ കൊടുത്തിട്ട്, ഈ അറിവ് നന്നായി പഠിച്ചിട്ട്, അള്ളാഹുവിനെ പറ്റി പഠിച്ചിട്ട്, മുത്തുനബിനെ പറ്റി പഠിച്ചിട്ട്, ദീന് പഠിച്ചിട്ട്, ഖുർആൻ പഠിച്ചിട്ട്, സ്വന്തം ശരീരത്തെ ദുൽമു ചെയ്ത് തിന്മ ചെയ്ത് നടക്കുന്ന ഹതഭാഗ്യരും ഉണ്ട്. വമിൻഹും മുഖ്തസിദ്, അതേ സമയത്ത് ഒരു മിതത്വം പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലും, മറ്റുള്ളവർക്ക് അധ്യാപനം നടത്താൻ തയ്യാറായില്ലെങ്കിലും അവനവന്റെ വ്യക്തി ജീവിതം നന്നാക്കി ജീവിതത്തിൽ ഇത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന അതേ മിതത്വം പുലർത്തുന്ന ആളുകൾ ഉണ്ട്. അതേ സമയത്ത് വമിൻഹും, ഈ ഇൽമു നാം കൊടുത്തവരെ കൂട്ടത്തിലുണ്ട് സാബിക്കും ബിൽ ഖൈറാത്ത്, ഖൈറാത്ത് കൊണ്ട് മുൻകടക്കുന്നവർ, പെരുത്ത് ഖൈറാത്തുകൾ വാരിക്കൂട്ടുന്നവർ ഉണ്ട് കേട്ടോ. ശൈഖുൻ നുജൂം ഒരുമിച്ച് കൂട്ടുന്ന ഖൈറാത്തുകൾക്ക്, കോയ ഉസ്താദ് ഒരുമിച്ച് കൂട്ടുന്ന ഖൈറാത്തുകൾക്ക്, അതുപോലെ ബഹുമാനപ്പെട്ട നെല്ലിക്കുസ്താദ് ഒരുമിച്ച് കൂട്ടുന്ന ഖൈറാത്തുകൾക്ക്, ബഹറുൽ ഉലൂം ഒരുമിച്ച് കൂട്ടുന്ന ഖൈറാത്തുകൾക്ക്, അതേ അതുപോലത്തെ വലിയ വലിയ ആലിമീങ്ങള് ഏതെങ്കിലും പള്ളിക്കാട്ടിൽ കബറിൽ കിടന്നിട്ട് അവര് വാരിക്കൂട്ടുന്ന ഖൈറാത്തുകൾക്ക് കയ്യും കണക്കുമില്ല. പനേപ്പുറം ജുമുഅത്ത് പള്ളിയുടെ പരിസരത്ത് ഒരു കബറിൽ കിടക്കുന്ന ഒരു മല്ലാക്കയാണെങ്കിൽ നാട്ടിലെ ആളുകൾക്ക് ഫാത്തിഹ പഠിപ്പിച്ചിരുന്ന മല്ലാക്ക, അതല്ലെങ്കിൽ നിസ്കാരക്കണക്ക് പഠിപ്പിച്ചിരുന്ന ഒരു മല്ലാക്ക, ഒരു പാവപ്പെട്ട മുഅല്ലിമായിരുന്നുവെങ്കിൽ അവര് ഇന്ന് ആ പള്ളിക്കാട്ടിൽ വെച്ച് ഒരുമിച്ച് കൂട്ടുന്ന ഖൈറാത്തുകൾക്ക് കണക്കുണ്ടോ? ബഹുമാനപ്പെട്ട ബദറുസ്സാദ തങ്ങളുപ്പാപ്പയുടെ ഉപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് എത്ര ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തതാ. ആ കരുവന്തുരുത്തി പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവനും ഫാത്തിഹയും നിസ്കാരക്കണക്കും ആത്മീയതയും പഠിപ്പിച്ച ആ സയ്യിദ് അവറുകൾ ഇന്ന് വാരിക്കൂട്ടുന്ന ഖൈറാത്തുകൾക്ക് കയ്യും കണക്കുമുണ്ടോ? വമിൻഹും സാബിക്കും ബിൽ ഖൈറാത്ത്, അവര് ഖൈറാത്ത് കൊണ്ട് മുൻകടക്കുന്നവരാണ്. ദാലിക ഫദ്ലുല്ലാഹ്, ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഫദ്ല് അതാണ് കേട്ടോ. കോടിക്കണക്കിന് ഉറുപ്പികയുടെ സമ്പാദ്യമല്ല, കോടികളുടെ ഫ്ലാറ്റുകളല്ല, വലിയ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയല്ല, അതേ ഇഷ്ടം പോലെ സമ്പത്ത് കുമിഞ്ഞുകൂടലല്ല, വലിയ നേതൃപദവി കിട്ടലല്ല, മറിച്ച് ഇതാണ്
ഈ ഇൽമു ലഭിക്കലാണ് ഏറ്റവും വലിയ ഫദ്ല്. ഉമ്മമാരേ, ഉപ്പമാരേ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു സമയമുണ്ട്, നമുക്കൊക്കെ ഒരു പ്രത്യേക ടൈമുണ്ട്. നാളെ റബ്ബിന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അണുമണി തൂക്കം നന്മ കൂടിയവർക്ക് രക്ഷയുണ്ട്. അണുമണി തൂക്കം തിന്മ കൂടുതലാണെങ്കിൽ പരാജയപ്പെടുന്ന ഒരു സമയമുണ്ട്. വമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. റബ്ബിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യപ്പെടുമല്ലോ. അല്ലാ അല്ലാ, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ രണ്ടാമതൂതിയാൽ എല്ലാ കബറും പൊട്ടിപ്പിളർന്ന് മനുഷ്യൻ പുറത്തു വരും. പാറ്റകൾ പൊടിയും പോലെ, പുളിങ്ങാക്കുരു മുളക്കുന്നത് പോലെ, പാവക്കുരു മുളയ്ക്കുന്നത് പോലെ എല്ലാ കബറുകളിൽ നിന്നും, എല്ലാ കല്ലറകളിൽ നിന്നും, സെമിത്തേരികളിൽ നിന്നും, ചുടലകളിൽ നിന്നും, എവിടെയൊക്കെ മനുഷ്യന്റെ അവശിഷ്ടങ്ങളുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യനെ കത്തിക്കരിച്ച് ചിതാഭസ്മമുണ്ടോ, അവിടെ നിന്നൊക്കെ മനുഷ്യര് എഴുന്നേൽക്കുന്നതാ. നിങ്ങൾക്ക് പഴക്കമുള്ള കബറല്ലേ, മക്ബറയല്ലേ? പനയപ്പുറം പള്ളിയുടെ ചുറ്റുപാടും 10,000 ആളുകള് കിടക്കുന്നില്ലേ? എത്ര കൊല്ലമായി കിടക്കാൻ തുടങ്ങിയിട്ട്. അവരൊക്കെ ഇസ്രാഫീലിന്റെ ഊത്ത് കേൾക്കുമ്പോ അതേ ആഴ്ചകളോളം തുടർച്ചയായിട്ട് മഴ പെയ്ത് ഹയാത്തെന്ന വെള്ളം കൊണ്ട് കുതിർന്ന ഭൂമിയിൽ നിന്ന് കബറ് പൊട്ടി പുറത്തു വരുമ്പോൾ നഗ്നരായി, അതേ നഗ്നപാതരായി, അവരെ ഉമ്മ പ്രസവിച്ച ദിവസം മുതൽക്ക് മരിക്കുന്നത് വരെ അവരെ ശരീരത്തിലുണ്ടായിരുന്ന രോമങ്ങളും നഖങ്ങളും അവയവങ്ങളും എല്ലാം ഉള്ളതിനോടുകൂടെ പുറത്ത് വന്നാൽ ആ ഖബറിന്റെ സമീപത്ത് അവരിയ്ക്കുകയാ. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. ഇങ്ങനത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് ആലിമീങ്ങൾ വഅദ് പറഞ്ഞിരുന്നു, ഖുർആൻ ഓതി പറഞ്ഞിരുന്നു, മുത്തുനബി പഠിപ്പിച്ചിരുന്നു, അത്ഭുതങ്ങൾ കാണിച്ച് ബോധ്യപ്പെടുത്തി തന്നിരുന്നു. വിവരമുള്ള പണ്ഡിതന്മാര് വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിച്ചു തന്നിരുന്നു. അതൊന്നും മുഖവിലക്കെടുത്തില്ല, അഹങ്കാരം അനുവദിച്ചില്ല, സത്യനിഷേധം അനുവദിച്ചില്ല. ഇന്ന് അത് സത്യമായി പുലർന്നുപോയി. ഖാലൂ മൻ ബഅസനാ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ. ഞങ്ങളേതാനും സമയം ഉറക്കിലായിരുന്നു, ആരാ ഞങ്ങളെ ഉണർത്തിയത് എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. റഹ്മാനായ റബ്ബ് വാഗ്ദത്തം ചെയ്ത ദിവസമായത്. പ്രവാചകന്മാരൊക്കെ സത്യം പറഞ്ഞു പോയി, സത്യമാണെന്ന് തിരിഞ്ഞുപോയി. ഈ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി. ഇനി ഇതിന് ശേഷം വരുന്നതും സത്യമാണ്. ഇനി വിചാരണയുണ്ടാകും എന്നത് സത്യമാണ്. മഹ്ശറയുണ്ടാകുമെന്നത് സത്യമാണ്. പാലം കടക്കുമെന്നത് സത്യമാണ്. നന്മ തിന്മ തൂക്കുമെന്നത് സത്യമാണ് എന്ന് ബോധ്യം വന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഖബറിന്റെ സമീപത്ത് ഞാനോ ഇരിക്കും, നിങ്ങളോ ഇരിക്കും. 1000 കൊല്ലം ഇരുന്ന് ചടക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുനിന്നൊരു തീ വരുന്നു. ആ തീ ഫോളോ ചെയ്ത്
ആളുകൾ ശടകുടഞ്ഞെഴുന്നേൽക്കുന്നു. ഒരൊറ്റ സൈറൻ മുഴങ്ങുന്നു. സൈറൻ മുഴങ്ങുമ്പോൾ ഓടുകയാ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്, വയറ് വീർത്ത് പൊട്ടി പുറത്ത് ചാടിയവരുണ്ട്, മുഖം തലയുമാകെ മാറിപ്പോയവരുണ്ട്, അതേ വശം മാറിയവരുണ്ട്, പല വിധത്തിലായിട്ട് നിൽക്കുന്നവരുണ്ട്. അല്ലാ അല്ലാ, ആഖിർ സമാനിലെ മക്കളെ, മുഹമ്മദ്മാര്, അഹ്മദ്മാര്, റിയാസുമാര്, നിയാസുമാര്, ഇതാ ഏതെങ്കിലും അന്യരാഷ്ട്രത്തിൽ നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ അതിരറ്റ് സ്നേഹിച്ചതിന് വേണ്ടി എല്ലാം സഹിക്കുന്ന ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മുത്തുനബിയോട് ഇങ്ങനെ ഒരു സ്നേഹം തോന്നിയിട്ടില്ലല്ലോ, ഒരു ആദരവ് തോന്നിയിട്ടില്ലല്ലോ, ആരാധന തോന്നിയിട്ടില്ലല്ലോ. മുത്തുനബിന്റെ ഫാൻസുകളില്ലല്ലോ, അർജന്റീനയുടെ ഫാൻസുകളില്ലേ, അതേ ബ്രസീലിന്റെ ഫാൻസുകളില്ലേ, മഞ്ഞപ്പടകളില്ലേ, നീലപ്പടകളില്ലേ, അതിനു വേണ്ടിയിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിക്കുന്നവരില്ലേ, അതിനുവേണ്ടി പലതും ത്യജിക്കുന്നവരില്ലേ. ഞാൻ ചോദിക്കുക, ഈ താരങ്ങളോടുള്ള സ്നേഹത്തിന്റെ 100% പോയിട്ട് 1000% നിങ്ങൾക്ക് മുത്തുനബിനോടുണ്ടോ? സിദ്ദീഖുൽ അക്ബറിനോടുണ്ടോ? എംബാപ്പയോടും അതുപോലെ തന്നെ മെസ്സിയോടും നെയ്മറോടും റൊണാൾഡോയോടൊക്കെയുള്ള സ്നേഹത്തിന്റെ 1000-1 പോലും നിങ്ങൾക്ക് മുത്തുനബിനോടുണ്ടോ? സഹാബത്തിനോടുണ്ടോ? ഈ മഹത്തുക്കളോടുണ്ടോ? അവരെ ഫാൻസാണ് ഞാനെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള മുസ്ലിമുണ്ടോ? ഒരിക്കൽ പോലും അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത, അല്ലാഹ് എന്നൊന്ന് പറയാത്ത, അല്ലാഹ് എന്നൊന്ന് വിളിക്കാത്ത, ഒരു നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യാത്ത, ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാത്ത, വിഗ്രഹങ്ങളെ പോലെ ആരാധിച്ചത് കൊണ്ട് ഒരു ഉപകാരവും ചെയ്യാത്ത, ആരാധിക്കാതിരുന്നത് കൊണ്ട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഇവരാരാധിക്കുന്ന ആളുകളെ, നിങ്ങൾ മുത്തുനബിനെ പറ്റി, മുത്തുനബിയോട് നിങ്ങൾക്ക് ഇതിന്റെ 10,000-1 ഒരു ആദരവുണ്ടോ? സ്നേഹമുണ്ടോ? നെഞ്ചോട് ചേർക്കുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? പിൻപറ്റുന്നുണ്ടോ? തങ്ങളെപ്പറ്റി പറയലുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലേ, ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ടല്ലേ, വേറെ പലതും ചെയ്യുന്നുണ്ടല്ലേ, കൂട്ടത്തിൽ ഇതുമല്ലേ. സിനിമ കാണേ, രാവായി കഴിഞ്ഞാൽ പകലായി കഴിഞ്ഞാൽ അവനവന്റെ ഫാൻസിന്റെ കളിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് കളിക്കുന്ന ചെറുപ്പക്കാരാ, നീ മക്ബറകളിൽ പോയി സിയാറത്ത് ചെയ്യുന്നുണ്ടല്ലേ? നിന്റെ മക്കളോട് നിനക്ക് താല്പര്യമുണ്ടല്ലേ? ഈ കളിയുടെ സമയത്ത് മറ്റൊരു ചിന്തയുമില്ലാതെ തകരുന്ന മുസ്ലിമേ, ജീവിതത്തിൽ നിന്റെ ഹബീബായ തങ്ങളോട് ഈ ഉള്ള സ്നേഹത്തിന്റെ 10,000-1 പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഒരു 100 സലാത്തെങ്കിലും ചൊല്ലിയിട്ട് ഇഷ്ടത്തോടുകൂടി നീ ചൊല്ലിയിട്ടുണ്ടോ? നിന്റെ താല്പര്യത്തോടുകൂടി ഒരു 10 രൂപയെങ്കിലും ആ വഴിക്ക് ചെലവഴിച്ചിട്ടുണ്ടോ? എന്നാൽ കേൾക്കണോ, ഹിമഹു ഹമാനാമിൻ അദാബി ഇലാഹിനാ ഫലാനാദിറുന്നില്ല ഇലൈഹി തമുഹു. നിന്റെ കാൽ വായിൽ കൂടി ചങ്ങല കയറ്റി പിന്ദ്വാരത്തിൽ കൂടി പുറത്തേക്കെടുത്ത് ആ ചങ്ങലയിട്ട് മലക്കുകൾ നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ദിവസമുണ്ട്. ഞാൻ
കെട്ടുകഥയല്ല പറയുന്നത്, വാറോലയല്ല പറയുന്നത്. وجاءت كل نفس معها سائق وشهيد. ഓരോരുത്തരെയും വലിക്കുന്നവരുണ്ട്, പിറകിൽ നിന്ന് തെളിക്കുന്നവരുണ്ട്. റക്കീബ് അതീദുണ്ട്. റക്കീബ് നിന്റെ മുന്നിൽ കൈകൊണ്ട് വലിക്കുന്നുണ്ട്, ചങ്ങലയിട്ട് വലിക്കുന്നുണ്ട്. അതീദ് പിറകിൽ നിന്ന് തെളിക്കുന്നുണ്ട്, റബ്ബിന്റെ മുമ്പിൽ നിർത്തുന്നുണ്ട്. അണുമണി തൂക്കം തിന്മ കൂടുതലാണെങ്കിൽ നിന്റെ കൈകൾ കഴുത്തിലേക്ക് കുരുക്കി കെട്ടുന്നുണ്ട്, കണ്ണുകൾ മേൽപോട്ടുയരുന്നുണ്ട്, മാറ്റി നിർത്തുന്നുണ്ട്. സർവ കണ്ണും വന്ന് മുത്തുനബിയിലേക്ക് നീളുണ്ടെന്ന് തങ്ങളൊന്ന് നോക്കിയെങ്കിലോ, തങ്ങളെന്നൊന്ന് ശ്രദ്ധിച്ചെങ്കിലോ, തങ്ങളൊന്ന് പരിഗണിച്ചെങ്കിലോ എന്നോർത്തുകൊണ്ട് സർവ കണ്ണുകളുമെന്ന് മുത്തുനബിയിലേക്ക് നോക്കുന്നതാ. അന്നത്തെ ദിവസം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, നിനക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ നിനക്കൊരു മകന് വേണ്ടേ? ഒരു മകൻ നിനക്ക് വേണ്ടേ? ദുനിയാവിൽ നീ എന്റെ മക്കളെത്ര സമ്പാദിച്ചിട്ടെന്ത്, വലിയ വീടുകൾ വെച്ചിട്ടെന്ത്, കോടീശ്വരന്മാരായ മക്കളുണ്ടായിട്ടെന്ത്, കോതേ വലിയ സാലറി വാങ്ങുന്ന മക്കളുണ്ടായിട്ടെന്ത്, സ്ഥാനവും മാനവുമുള്ള മക്കളുണ്ടായിട്ടെന്ത്. അന്നത്തെ ദിവസം നിനക്ക് വേണ്ടിയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയാ, പ്രസവത്തിന്റെ നോവനുഭവിച്ച ഉമ്മയാ, മലയൂട്ടിയ ഉമ്മയാ, താരാട്ടുപാടിയുറക്കിയ ഉമ്മയാ, എന്നെ പഠിപ്പിച്ച ഉപ്പയാ, എന്റെ വളർച്ച മുഴുവൻ ഉപ്പയുടെ വിയർപ്പാണ്. രക്ഷപ്പെടുത്തല്ലാ എന്ന് നിനക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ ഒരു മകൻ വേണ്ടേ? മക്കള് വേണ്ടേ? അതിന് സാധ്യമാവണമെങ്കിൽ നുബുവത്തിന്റെ തൊട്ടടുത്ത് സ്ഥാനത്ത് നിൽക്കുന്ന ആലിമീങ്ങളാ, ഇൽമുള്ളവരാ. ഇതൊന്നും കെട്ടുകഥയല്ല, പർവ്വതീകരിച്ച് പറയലല്ല. ഈ ഉമ്മത്തിനൊന്ന് ബോധ്യപ്പെടുത്താൻ, ഈ ഉമ്മത്തിനൊന്ന് മനസ്സിലാവാൻ, ഈ ഉമ്മത്തിന്റെ ബുദ്ധിയിൽ ചിന്തയിലേക്കൊന്ന് കയറാൻ വിനീതനായ ഞാന് ഓർമ്മപ്പെടുത്തിയതാ. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൽമു പഠിക്കാനും, ഇൽമു പഠിപ്പിക്കാനും, ഇൽമിന് ഖിദ്മ ചെയ്യാനും, ഇൽമിന് വേണ്ടി അധ്വാനിക്കാനും നമുക്കല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അതിനാണ് ഇൽമു പഠിക്കണം, ഇൽമു പഠിപ്പിക്കണം. അതിനാണ് ദർസ് നടത്തുന്നത്. ഒരു ദർസ്, ഒരു മുദരിസും ഏട്ടാവത്ത കുട്ടികളും ഇവിടെ വന്നതുകൊണ്ട് മാത്രം നാം രക്ഷപ്പെടില്ല. നാം അവരെ ഇഷ്ടപ്പെടണം, നമ്മുടെ മക്കളെ അതിലയക്കണം. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട അത്തറാണെങ്കിൽ ആദ്യ ആള് പൂശും. ഇപ്പൊ എല്ലാരും പറയും, എന്താ ചെയ്യാ, പഠിക്കാനോടി മുത്താലിമീങ്ങളില്ല. മുദരിസ് നിശ്ചയിക്കും മുത്താലിമീങ്ങൾ വേണം. നിങ്ങളെ ഒത്തര മക്കള് മുത്താലിമീങ്ങളുണ്ട്, നമ്മളെ മക്കളാരും. നിങ്ങളെ മക്കളവിടെ മുത്താലിമീങ്ങളില്ല, മുത്താലിമീങ്ങളില്ല എന്ന് പറയണേ രക്ഷിതാക്കൾക്ക് എത്ര മക്കൾ മുത്താലിമീങ്ങളുണ്ട്? മാതൃക നോക്ക്. പേരാങ്ക ഉസ്താദ്, അവിടുത്തെ മോൻ ഗഫൂർ ബാക്കവി വലിയ ഉസ്താദാണ്. കരയുത്തങ്ങളാപ്പ നോക്ക്, ഇവിടുത്തെ മക്കള് ഉസ്താദാണ്. വിനീതനായ എനിക്കൊരു മോനാണുള്ളത്, അതും ഒരു ഉസ്താദാണ്.
കോയസ്ഥാനൊരു മോന, അതും ഒരു ഉസ്താദാണ്. ഇത് ഓരോ ആരും മുത്താലിമീങ്ങളില്ല. നിങ്ങളെ മക്കൾ എത്ര ആൾ മുത്താലിമീ? ആദ്യം ഒരാളെ മുത്താലിമ അറിയോ? മുത്താലിമീങ്ങളായാലോ അവഗണനയാണ്. ഒരു മുത്താലിമുണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയാണ്. ഉഹ്റവിയാര് മുത്താലിമാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയാണ്. നാളെ എന്നെ രക്ഷപ്പെടുത്തും, എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്നെ കാര്യം പറയും. അതിന് പ്രതീക്ഷയോടുകൂടി എത്ര ആളുകളുണ്ട് ഇവിടെ? പറഞ്ഞാട്ടെ. ഞാൻ പ്രസംഗം നിർത്തി, കൂടുതൽ പറയാനൊന്നും കഴിയില്ല. പറയാൻ മാത്രം പറഞ്ഞ് അത്ര മതി. ഇന്നാ അന്തർനാക്കും അദാബൻ കരീബ. മഹ്ശറ ഇതിനൊരുപാട് കൊല്ലം കഴിയണം. സമാധാനമുണ്ട് ഉസ്താദെ, മരിച്ചപാട് മഹ്ശറ ഉണ്ടാവില്ലല്ലോ. 10,000 കൊല്ലം കഴിയണ്ടേ? വിചാരണ നടക്കാൻ 10,000 കൊല്ലം കഴിയണ്ടേ? സിറാത്ത് പാലം കിടക്കണമെങ്കിൽ എത്ര കൊല്ലം കഴിയണം? നരകവും സ്വർഗ്ഗവും കിട്ടാൻ എത്ര കൊല്ലം കഴിയണം? അപ്പൊ കുറെ കാലത്തിന് സമാധാനാണല്ലോ എന്ന് വിചാരിക്കുന്നിടത്ത് അള്ളാഹ് പറയാണ്, ഇന്നാ അന്തർനാക്കും അദാബൻ കരീബ. വളരെ അടുത്തുള്ളൊരു ശിക്ഷ നിങ്ങൾക്ക് നാം ഭയപ്പെടുത്തും. കരീബ്, ഇന്ന് മരിച്ചാൽ നാളെ തന്നെ. കരീബായ ഒരു ശിക്ഷ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുത്തും. ഏതാണത്? ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ, മരിച്ചാൽ മണിക്കൂറുകളെ കൊണ്ട് ഖബറിലെത്തും. മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ സമയം വെക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അത്ര കൂടുതൽ സമയം വെക്കാറില്ല. മയ്യത്ത് കൂടുതൽ വെക്കരുത് എന്നാണ്. എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം. നല്ല മനുഷ്യനാണെങ്കിൽ അവന് ഖൈറാണ്, ആ ഖൈറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തിക്കുക. ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈ വഇൻ കാന ഗൈറ സാലിഹൻ, നന്മതല്ലെങ്കിലോ തദഊനഹാ, അതിനങ്ങ് ഇറക്കി വെച്ച്, നിങ്ങളെ പെരടിയിൽ നിന്നാണ് ഇറക്കി വെച്ച്. അപ്പൊ നല്ല മനുഷ്യനാണെങ്കിലും അല്ലെങ്കിലും മരിച്ച മയ്യത്ത് പെട്ടെന്ന് മറവ് ചെയ്യണം. നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി അല്പസമയം പിന്തിക്കാം എന്നത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മറവ് ചെയ്തേക്കണം. മദ്രാസിൽ നിന്ന് ആള് വരാണ്ട്, ഗൾഫിൽ നിന്ന് എത്താണ്ട് എന്നൊന്നും ഉദ്ദേശിച്ച് മയ്യത്ത് കാത്തു വെക്കരുത്. ഒന്നും വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ മരിച്ച മയ്യത്തിനെ അവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നത്? ജീവുള്ള ആൾക്കുള്ള എല്ലാ പ്രയാസവും മരിച്ചാക്കും ഉണ്ടാവും. ജീവുള്ള ഒരാളെ ഐസിലിട്ട് നോക്കാണ്, പിടിച്ചു വെച്ചോക്കാണ്. ജീവുള്ള ഒരാളെ കുറിച്ച് ഐസ് പിടിച്ചു വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഫ്രീസറിൽ വെച്ചാൽ അതേപോലെ തന്നെയാണ് മരിച്ച ആളെ വെച്ചാൽ. അതൊന്നും നല്ലതല്ല. ഏതോ ഇരിക്കട്ടെ, അതാ മരിച്ചാലുണ്ട മറവ് ചെയ്ത് കബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച്, കവിൾത്തടം തലക്ക് മീതെയുള്ള കെട്ടഴിച്ച് തുണിയൊക്കെ ഒന്ന് നീക്കി കവിൾത്തടം മണ്ണോട് ചേർത്തി വെച്ച് ഒരു ഉരുള മണ്ണെടുത്ത് ചളിയാക്കി തലയിണ പോലെ കവിളത്ത് വെച്ചു കൊടുത്ത്, എന്റെയും നിങ്ങളുടെയും മുഖം അറിയോ? 3 ദിവസം കഴിഞ്ഞാൽ ഈ കണ്ണ് വീർത്ത് പൊട്ടും. ഒരാഴ്ച കഴിഞ്ഞാൽ വയറ് വീർത്ത് പൊട്ടും. ദിവസങ്ങളെ കൊണ്ട് നമ്മുടെ മാംസങ്ങളൊക്കെ അഴിഞ്ഞ് പേസ്റ്റ് പോലെയാവും. വീണ്ടും ആഴ്ചകൾ കഴിഞ്ഞാൽ വാരിയെല്ലുകളും മറ്റു എല്ലുകളും കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴും. എന്റെ അവസ്ഥ അതാണ്, നിങ്ങളുടേതും. ദിവസങ്ങൾ കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. ആ കബറിലേക്ക് അങ്ങ് എടുത്ത് വെച്ച്
ചരിച്ചു കിടത്തി. അതുവരെ ജീവില്ല. മരിക്കുന്ന സമയത്ത് ആത്മാവ് പോയതാണ്. ആത്മാവിനെ കൊണ്ടുവച്ചത് പിന്നെ ഭൗതിക ജഡത്തിന്റെ അടുത്താണ്. ആത്മാവിനെ ആരും കുളിപ്പിക്കലില്ല, കഫൻ ചെയ്യലുമില്ല. ആത്മാവ് ആ ജഡത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. മയ്യത്തെടുക്കുമ്പോൾ ആ കട്ടിലിന്റെ മുകളിലുണ്ടാവും. അങ്ങനെ മയ്യത്ത് മറവ് ചെയ്ത് കഴിഞ്ഞാൽ മൂടുകല്ലൊക്കെ വെച്ച് ദ്വാരങ്ങളൊക്കെ അടച്ച് മണ്ണിട്ട് നിറച്ച് 2 മീസാങ്കല്ലും കുത്തി ആ മീസാങ്കല്ലിന്റെ നേരെ ആത്മാവ് അവിടെ നിൽക്കും. അതിനുശേഷം ഏതോ മുസ്ലിയാർ വന്ന് തൽക്കീം ചൊല്ലിക്കൊടുത്ത് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് എല്ലാവരും തിരിഞ്ഞു പോരുമ്പോ ആരും ഇന്ന് ഉദ്ഘാടന ദിവസമാണ്, ഉപ്പാക്ക് വളരെ പേടിയാ, ഇന്ന് ഉപ്പാന്റെ അടുത്ത് നിൽക്കട്ടെ എന്നൊരു മോനും കരുതൂല. ഉപ്പയുടെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇന്നെങ്കിലും ഉപ്പാക്ക് പേടിക്ക് ഞാൻ കൂടെ നിൽക്കട്ടെ ഒരു മോനും കരുതില്ല. എന്റെ എത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ഞാൻ ഇന്ന് കൂട്ടുകാരന്റെ അടുത്ത് നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ പേടിക്ക് ഉപ്പാന്റെ കൂടെ നിൽക്കട്ടെ എന്നൊരാളും ചിന്തിക്കില്ല. ഏറ്റവും വലിയ ആത്മമിത്രമായിരുന്നു, എപ്പോഴും കൂടെയുള്ള മിത്രമായിരുന്നു. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും എൻ്റെ മിത്രത്തിന്റെ കൂടെ, ഇന്ന് പുതിയ വീട് ഉദ്ഘാടനം ചെയ്ത ദിവസമാണല്ലോ, ഇന്നവിടെ താമസിക്കട്ടെ എന്ന് കരുതില്ല. സ്വന്തം ആരും അങ്ങനെ കരുതില്ല. എല്ലാവരും പോവും. അപ്പോൾ പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, കിടന്നോ അനുഭവിച്ചോ, ഇതുവരേക്കും പ്രവർത്തിച്ചതിന്റെ തിക്തഫലം അനുഭവിച്ചോളൂ, അവിടെ കിടന്നടോ എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോരും. ഇന്നാന്തർനാക്കും അദാബൻ കരീബ, അത് അടുത്ത് തന്നെ സംഭവിക്കുന്ന സംഭവമാണ്. മൈശറ വരെ നീളാനില്ല, നരകം വരെ നീളാനില്ല, 10,000 കൊല്ലത്തിന്റെ താമസമില്ല. മരിച്ചാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം അന്നല്ല പറയുകയാണ്, യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. ഓരോ മനുഷ്യനും ആ സമയത്ത് ചിന്തിക്കും, എന്തുണ്ട് ചെയ്തു വെച്ചത്, എന്താണ് ഞാൻ ചെയ്തു വെച്ചത് എന്ന് ചിന്തിക്കുന്ന ദിവസം. ഹബീബായ തങ്ങളോട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബറ, ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരുന്ന മലക്കാരാണ്, തങ്ങൾ പറഞ്ഞു തരുമോ? അൻത അവ്വലു മൻ സഅലനി, ഇബ്നു മസ്ഊദ് നിങ്ങളാണ് ആദ്യമായിട്ട് ആ ചോദ്യം ചോദിക്കുന്നത്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാമെന്ന് കരുതി വെച്ചതായിരുന്നു, നിങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പറയാം ഇബ്നു മസ്ഊദേ, ആളുകളെല്ലാം പിരിഞ്ഞു പോന്നാൽ ആ ഖബറിലേക്ക് ആദ്യമായി അതിന്റെ മുൻവശത്തെ ഭിത്തി തേറ്റ കൊണ്ട് കുത്തിത്തൊരന്ന് ഖബറിലേക്ക് വരുന്നൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. റൗമാൻ എന്ന മലക്ക് ഖബറിൽ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഈ ഖബറിന്റെ പുറത്തുള്ള ആത്മാവിനെയും ഈ ഡെഡ് ബോഡിയെയും തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കുകയാണ്, കണക്ഷൻ കൊടുക്കുകയാണ്. കണക്ഷൻ കൊടുക്കുമ്പോൾ ഫയഹിയാ, അതുവരേക്കും നിർജീവിയായി കിടന്നിരുന്ന ഈ മയ്യത്ത് ഖബറിൽ വെച്ചുകൊണ്ട് ഹയാത്താകുന്നു. നെഞ്ഞിന്റെ മേൽപോട്ട് ഹയാത്താകുന്നു. കാലുകൾക്ക് ചലനമില്ല, നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ചലനവും ഇല്ല.
രണ്ട് കൈകൾ ഇളകുന്നുണ്ട്, കണ്ണുകൾ മിഴിക്കുന്നുണ്ട്, ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്, ബോധം തിരിച്ചു കിട്ടുന്നുണ്ട്. ഒരുപക്ഷേ ഗാലറിയിൽ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചതാവാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിഞ്ഞില്ല, ഒരു പാവപ്പെട്ട മുഅദ്ദിൻ പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി തീർന്നപാട് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അങ്ങനെ മരിക്കുന്ന ഭാഗ്യവാന്മാരുമുണ്ട്. അതല്ലെങ്കിലോ റോഡിലെവിടെങ്കിലും ചതഞ്ഞടഞ്ഞ് മരിക്കുന്നവരുണ്ട്, വാഹനാപകടത്തിൽ മരിക്കുന്നവരുണ്ട്, ഐസിയുവിൽ അതാ ഡോക്ടേഴ്സും നഴ്സുമാരും അതാ പരിചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മരിക്കുന്നവരുണ്ട്. കുടുംബക്കാരെ സാന്നിധ്യത്തിൽ വെച്ച് ആത്മാവ് പിടിക്കപ്പെടുന്നവരുണ്ട്. കള്ളു കുടിച്ച് പൂസായി വഴിഞ്ഞു വീട് മരിക്കുന്നവരുണ്ട്. ആ മരിക്കുന്ന സമയം തന്റെ ബോധം നഷ്ടപ്പെട്ട് പിന്നീട് കണ്ണു തടയുമ്പോൾ ഈ കബറിലാൻ, ഇരുളടഞ്ഞ കബറാൻ, ഇടുങ്ങിയ കബറാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും മേലോട്ടും അനങ്ങാൻ കഴിയാതെ ഒരു പെട്ടിയിൽ അകപ്പെട്ടതുപോലെ ശക്തമായ ചൂടനുഭവിക്കുന്ന കബറിലാണ്. താഴേക്ക് പോകുന്തോറും ചൂടാണല്ലോ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം പോലും എല്ലാം അടച്ച് ഇരുളടഞ്ഞ കബറിൽ ഏകാന്തതയിൽ കിടക്കുന്ന മനുഷ്യൻ കാണുന്നതാരയാ? റഹ്മാൻ എന്ന മലക്കിനെയാണ്. ആ മലക്കതാ അതിന്റെ തിളങ്ങുന്ന കണ്ണുകളും ശരീരമാസകലം രോമങ്ങളും പേടിപ്പെടുത്തുന്ന ഭീകരമുഖവുമായി ആ മലക്ക് പല്ലിടിച്ചുകൊണ്ട് പറയുന്നു. ആ മലക്ക് പറയുന്നു, മോനെ, ഇത് നിന്റെ സുഖലോലുപതയുടെ ജീവിതത്തിന്റെ ഇടമല്ല, ഇത് നിന്റെ വിശാലമായ റൂമല്ല, ഇത് വിശാലമായ ദുനിയാവല്ല, ഇത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇത് ഇടുക്കത്തിന്റെ വീടാണ്, ഇത് കൂരിരുട്ടിന്റെ വീടാണ്. ഇവിടെ നിന്നെ സന്ദർശിക്കാൻ ഇടക്കിടക്ക് വരുന്നത് നിന്റെ കൂട്ടുകാരോ നിന്റെ ബന്ധുക്കളോ അല്ല. ഇവിടെ ഇടക്കിടക്ക് സന്ദർശിക്കാൻ വരുന്നത് എന്നെ പോലത്തെ മലക്കുകളാണ്. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് നിന്റെ ഭാര്യയല്ല, 1.5 മുഴമുള്ള പുഴുക്കളാണ്. ആ പുഴുക്കൾ കണ്ണിൽ കേറി മൂക്കിൽ കൂടി പുറത്തു വന്ന് നിന്റെ നിന്റെ കവിളുകൾ കടിച്ച് മുറിച്ച് അവർ തിന്നുന്ന തിരക്കില. 1000 രൂപകൾ ചെലവഴിച്ചുകൊണ്ട് നീ മൈക്കപ്പ് ചെയ്തിരിക്കുന്ന, പെയിന്റ് അടിച്ചിരിക്കുന്ന നിന്റെ മുഖം, ചുകപ്പിച്ചിരിക്കുന്ന നിന്റെ ചുണ്ട്, പിക്ക് ചെയ്ത നിന്റെ പുരികങ്ങള്, നീ മിനുക്കി ഭംഗിയാക്കിയ നിന്റെ മുഖങ്ങള്, ആ മുഖങ്ങൾ എന്റെയും നിന്റെയും മുഖം ഈ പുഴുക്കൾ കാർന്ന് തിന്നുന്ന തിരക്കില് നിന്റെ വയറ് വീർത്ത് പൊട്ടിയിട്ട് ഈ കുടല് മുഴുവനും പുറത്തേക്ക് വന്നിട്ട് പേസ്റ്റ് പോലെ നിന്റെ ശരീരം ആ കബറിൽ ഒലിച്ചിറങ്ങുന്ന ഒരു സമയമുണ്ട്. അങ്ങനത്തെ സ്ഥലമാണ് ഈ കബറ് മോനെ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ മലക്ക് പറയുന്നു, ഉക്തുബു അമലക, നീ ദുനിയാവിൽ വെച്ച് ജീവിതകാലത്ത് ചെയ്തതെല്ലാം ഒന്ന് എഴുതിക്കോളൂ. നിന്റെ സ്വന്തം കൈപ്പട കൊണ്ട്, നിന്റെ കൈയെഴുത്ത് കൊണ്ട് എഴുതുക. അതിനുവേണ്ടി കഫൻ തുണി മുറിച്ചു കൊടുത്ത് തന്റെ വിരൽത്തുമ്പ് കൊടുത്ത് വിരൽത്തുമ്പിൽ മഷി, തന്റെ ഉമിനീര് മഷിയാക്കിയിട്ട് എഴുതിയിട്ട് കഴുത്തിൽ കെട്ടി തൂക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുന്നു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അവനവൻ സ്വന്തം കൈകൊണ്ട് എഴുതിയതായതിനാൽ നിഷേധിക്കാൻ പറ്റാത്ത വിധം ഏടുകളായി കയ്യിൽ കൊടുക്കും ഖിയാമത്ത് നാളിൽ. ആ രൂപത്തിൽ ആ റഹ്മാൻ എന്ന മലക്ക് പറയും, ഇതാ ഫത്താനുൽ മലക്ക് ഖബർ വരുന്നു, മുൻകറുൻ നക്കീറും വരുന്നു, ഇതാ ഒരുങ്ങി കിടന്നോളൂ, കാത്തു കിടന്നോളൂ. ഭാരിച്ച ഇരുമ്പിന്റെ ദണ്ഡുമായി 2 മലക്കുകൾ വീണ്ടും നിന്റെ ഖബറിലേക്ക് അതാ കുത്തിത്തൊരന്ന് വരുന്നു എന്ന് പറയുമ്പോൾ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ, അപ്പോഴാണ് ചിന്തിക്കുന്നത്
ഈ ഒരു ദിവസത്തിന് വേണ്ടി ചെയ്തു വെച്ചതെന്തുണ്ട്? ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കരുതി വെച്ചതെന്തുണ്ട്? എന്തെല്ലാം കരുതി വെച്ചിട്ടുണ്ട്? എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട്? എത്ര ദാനം ചെയ്തിട്ടുണ്ട്? എത്ര ധർമ്മം കൊടുത്തിട്ടുണ്ട്? എത്ര അറിവ് പഠിച്ചിട്ടുണ്ട്? അള്ളാഹുവിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? റസൂലിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും ചിന്തിക്കുന്ന ദിവസം. അപ്പോഴാണ് ഒരു സുന്ദരനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയും, പേടിക്കണ്ട, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല, ഒരാളും നിന്നെ പേടിപ്പെടുത്തില്ല, ഒന്നും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ സുന്ദരനായ മനുഷ്യൻ പറയും, അനാമലുക സ്വാലിഹ്, അനാമലുക സ്വാലിഹ്, അനാമലുക സ്വാലിഹ്. നീ ചെയ്ത സാലിഹായ കർമ്മമാണു ഞാൻ, നീ ചെയ്ത ധർമ്മമാണു ഞാൻ, നീ ഓതിയ ഖുർആനാണു ഞാൻ, നീ ചൊല്ലിയ ദിക്റാണു ഞാൻ, നീ ചെയ്ത സേവനങ്ങളാണു ഞാൻ, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണു ഞാൻ, നീ പഠിച്ച അറിവാണു ഞാൻ, നീ ഓതി തീർത്ത ഖത്മാത്തുകളാണു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ. നിഷേധികളെന്ന് പറഞ്ഞു പോകും, ഞാൻ തുറാബ് എന്ന മനുഷ്യനായിരുന്നെങ്കിൽ. ആഖിറത്തിലെ തുറാബ് എന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്തവനാ, ഒരു ഖൈറും ചെയ്യാത്തവനാ, ഒരു തീരെ നന്മ ചെയ്യാത്ത തുറാബ്. ആ തുറാബ് നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഒരു ഉപകാരം ലഭിക്കുന്നുണ്ട്. അതെന്താണെന്നറിയുമോ? ഒരു ദർസ് നിർത്തിയിട്ട് മുത്തഅല്ലിമീങ്ങളൊക്കെ പോകുമ്പോൾ ആ തുറാബ് എന്ന മനുഷ്യൻ ഒരു ചെറിയ കുട്ടിയെ കാണുന്നു, മുത്തഅല്ലിമിനെ കാണുന്നു. ആ മുത്തഅല്ലിമി കഴുതപ്പുറത്ത് കയറിയിട്ട് യാത്ര പോകുന്നു വീട്ടിലേക്ക്. പക്ഷേ ആ കയറപ്പുറത്ത് സ്വന്തമായിട്ട് കഴുതപ്പുറത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് കയറ്റിവെച്ചു കൊടുത്തതാണ്. അതിനുശേഷം തന്റെ പേന താഴേക്ക് വീണപ്പോൾ ഈ തുറാബ് എന്ന മനുഷ്യൻ അതൊന്ന് എടുത്തു കൊടുത്തതാണ്. ആ ഒരൊറ്റ നന്മയുടെ പ്രതിഫലം ഉഹ്റബിയായ ഒരു മുത്തഅല്ലിമിനെ സഹായിച്ചതിന്റെ, അവനെ ഹെൽപ്പ് ചെയ്തതിന്റെ, അവനോടൊത്താ ചെയ്തതിന്റെ പ്രതിഫലം നാളെ ഈ തുറാബ് എന്ന മനുഷ്യൻ വാരിക്കൂട്ടുന്നത് കാണുമ്പോൾ സത്യനിഷേധി പറഞ്ഞു പോകും, യാ ലൈതനീ കുൻതു തുറാബാ. ആ തുറാബായിരുന്നെങ്കിൽ, ആ തുറാബിനെ പോലെ ഒരു മുത്തഅല്ലിമിന് വേണ്ടി ഒരു ഖിദ്മ ചെയ്തിരുന്നെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, ഒരു ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, ഒരു പേന കൊടുത്തിരുന്നെങ്കിൽ, ഒരു മഷിക്കുപ്പി വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് താക്കീതാണേ, നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുത്തുന്നുണ്ടേ എന്ന് ഖുർആനിലുണ്ട്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ, നമുക്കല്ലാഹ് ബോധം തരട്ടെ. ആഖിർ സമാനിൽ എല്ലാ ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും, കഷ്ടനഷ്ടങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് ദീനിയായ മുസീബത്തിൽ നിന്ന് അല്ലാഹ് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഈ മജ്ലിസ് ഉൾപ്പെടുത്തി തരട്ടെ. ധാരാളം സാദാത്തുക്കളുണ്ട്. ആ സാദാത്തുക്കളുടെയൊക്കെ ഹക്ക് കൊണ്ട്, അവരെ അല്ലാഹ് ആദരിച്ചത് കൊണ്ട്, മുത്തുനബിന്റെ അഹ്ലു ബൈത്തായത് കൊണ്ട്, അവരെ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകട്ടെ, കബൂൽ ചെയ്യട്ടെ, നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ.